നമ്മുടെ ITBPയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിലേക്കുള്ള ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ തുടങ്ങിയിട്ടുള്ള കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് 10ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗ്രൂപ്പ് ബി പോസ്റ്റാണ് സബ് ഇൻസ്പെക്ടർ, പിന്നെ ഹെഡ് കോൺസ്റ്റബിളും ഗ്രൂപ്പ് സി കാറ്റഗറിയിൽ പെട്ടതാണ്. പെർമനൻറ്റ് വേക്കൻസിയാണ്. ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 15 മുതൽ നിങ്ങൾക്ക് ഡിസംബർ 14 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന വേക്കൻസികൾ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം സബ് ഇൻസ്പെക്ടർ ടോട്ടൽ വേക്കൻസിയാണ് പറയുന്നത് കേട്ടോ. 78 വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിന്. ഫീമെയിൽ കാൻഡിഡേറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ ആ ഒരു വിങ്ങിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 14 വേക്കൻസി ഫീമെയിൽ. പിന്നെ വരുന്നത് നിങ്ങൾക്കൂടെ കാണാം ഹെഡ് കോൺസ്റ്റബിൾ മെയിൽ 325 വേക്കൻസി ഉണ്ട്, ഫീമെയിലിന് 58 വേക്കൻസി. ദെൻ കോൺസ്റ്റബിളിൽ നിങ്ങൾക്ക് മെയിൽ 44 വേക്കൻസി, ഫീമെയിലിന് 7 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിന് മുൻപ് ഇവിടെ പേ സ്കെയിലൊക്കെ വ്യക്തമായിട്ട് കൊടുത്തു നോക്കണം. സബ് ഇൻസ്പെക്ടറും കാണാം 35,400 മുതൽ 1,12,400 വരെ ലഭിക്കും. പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ ആണെങ്കിൽ 25,500 മുതൽ 81,100 ലഭിക്കും. പിന്നെ കോൺസ്റ്റബിൾ ആണെങ്കിൽ 21,700 മുതൽ 69,100 വരെയാണ് ലഭിക്കുക. ഇതിലേക്കുള്ള ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ നമുക്ക് ഈ പറയുന്ന ബേസിക് പേക്ക് പുറമെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളുണ്ടാവും. പിന്നെ ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷനാണ്. ഇതിൽ നമുക്ക് ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. ആദ്യം മിനിമം ഏജ് 20 ആയിരിക്കണം. അതായത് സബ് ഇൻസ്പെക്ടറിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം ഏജ് 20 ആയിരിക്കണം, മാക്സിമം 25 കഴിയാൻ പാടില്ല. OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 28 വയസ്സ് വരെയും, SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 30 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതോടൊപ്പം തന്നെ ഹെഡ് കോൺസ്റ്റബിൾ ആണെങ്കിൽ മിനിമം 18, മാക്സിമം 25 വയസ്സ്. അപ്പോൾ ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റിലേക്ക് കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. അത് നോക്കിയിട്ട് ചെയ്താൽ മതി നിങ്ങൾ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് സെയിം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. SC/ST OBCക്ക് എക്സ് സർവീസ്മാന് നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ കോൺസ്റ്റബിൾ ആണെങ്കിൽ മിനിമം 18, മാക്സിമം 23 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 26, then SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 28 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം കൊടുക്കാൻ സബ് ഇൻസ്പെക്ടർ, അതുപോലെ ഓരോന്നിൻ്റെ നമുക്ക് നോക്കാം. സബ് ഇൻസ്പെക്ടറിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ആണ്. അത് നിങ്ങൾക്ക് സയൻസിൽ ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് BSc ഒക്കെ കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ BSc ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് നമ്മൾ ഈ രീതിയിൽ 3 പഠിച്ചിരിക്കണം. ഗ്രാജുവേഷൻ ലെവൽ PCM എന്നുള്ള ലെവലിൽ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. അതായത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങൾ BSc ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിലോ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേതെങ്കിലും ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് BC അതായത് ബാച്ചിലർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് BE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോ അതല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസോ അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന അസോസിയേറ്റ് മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജിയോ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഹെഡ് കോൺസ്റ്റബിൾ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കുന്നതാണ്. +2 നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ഈ പറഞ്ഞിരിക്കുന്ന 3 സബ്ജക്റ്റ് നമ്മൾ 45% മാർക്കോടുകൂടി പാസ് ഔട്ട് ആയിരിക്കണം കേട്ടോ. 3 പാടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് 45% മാർക്ക് മതി. ഓക്കെ, അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് എന്നുള്ള ലെവലിൽ നമ്മൾ +2 സയൻസ് സ്ട്രീം എടുത്ത് പഠിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 10ാം ക്ലാസ്സും ഈ പറയുന്ന ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഓർ കമ്പ്യൂട്ടർ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് ഈ പറയുന്ന IT 10ാം ക്ലാസ് പ്ലസ് IT കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT ഈ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ 10ാം ക്ലാസ്സും ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ 3 രീതിയിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഒന്ന് നിങ്ങൾക്ക് +2 സയൻസ് എടുത്ത് ഈ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് 45% മാർക്കോടുകൂടി പാസ് ഔട്ട് ആയവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് SSLC 10ാം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് നിങ്ങൾക്ക് എന്താണ് IT ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ നിങ്ങൾ എന്താണ് IT കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ് പ്ലസ് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിലേക്ക് ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത കോൺസ്റ്റബിൾ ആണ്. ജസ്റ്റ് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് 10th പാസ്സായിരിക്കുക എന്നുള്ളതാണ് ജസ്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. പിന്നെ നമ്മുടെ ജസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ആപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. നബാർഡിൻ്റെയും CSIR ഇതിൻ്റെയൊക്കെ വിവിധ ടെസ്റ്റുകൾ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ PGCL ഒക്കെ നിങ്ങൾക്ക് ഡിപ്ലോമ ട്രെയിനീസിൻ്റെ ഒക്കെ ടെസ്റ്റ് സീരീസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യും.
ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് PGCL-നൊക്കെ അപ്ലൈ അതായത് പവർ ഗ്രേഡിലേക്ക് അപ്ലൈ ചെയ്തവരുണ്ടെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ തരാം കേട്ടോ, വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് ലിങ്ക് തരാം. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ലിങ്ക് ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, JioCL എജുലാൻഡ് എന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ഇതാ ജസ്റ്റ് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെയും ഡൗൺലോഡ് ചെയ്യാം. JioCL എജുലാൻഡ് എന്ന് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ ചെയ്താൽ പോരാ, ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ ഒന്ന് JioCL എജുലാൻഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പറേഷനൊക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ PYQസും അതിൻ്റെ ആൻസർ കീ സൊല്യൂഷനൊക്കെയാണ് അതിലുണ്ടാകുക കേട്ടോ അധികവും. പിന്നെ നമ്മൾ മോഡൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഏജ് റിലാക്സേഷൻ ഞാൻ പറഞ്ഞു, SC/ST 5 വർഷം, OBCക്ക് ആണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. SC/STക്ക് ആണെങ്കിൽ ഇപ്പോൾ OBC ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ ഇതിലേക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, അതായത് നിശ്ചയമുള്ള ഹൈറ്റും ചെസ്റ്റും ഒക്കെ വേണം. അപ്പം ഈ പറയുന്ന ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 77 to 82 മതി ആ ഒരു SI കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചെസ്റ്റ്. ഇനി ഈ പറയുന്ന ഹെഡ് കോൺസ്റ്റബിൾ കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 76 to 81 സെൻറ്റിമീറ്റർ വേണം. ഇനി ഇവിടെ ഹൈറ്റ് അതായത് 76 എന്ന് പറയുന്നത് നോർമലിൽ, അത് എക്സ്പാൻഡഡിലേക്ക് പോകുമ്പോൾ 81 അങ്ങനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇപ്പോൾ ഫീമെയിൽ ആകുമ്പം അവർക്ക് ചെസ്റ്റ് ബാധകമല്ല, അതുകൊണ്ട് അവർക്ക് ഹൈറ്റ് മാത്രം നോക്കിയാൽ മതി. മെയിൽ കാൻഡിഡേറ്റ്സിന് ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 122.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. ഫീമെയിൽ ആണെങ്കിൽ അവർക്ക് ഹൈറ്റ് 180 സെൻറ്റിമീറ്റർ മതി കേട്ടോ. ST കാൻഡിഡേറ്റ്സിനാണ് ഇവിടെ പറയുന്നത്. ഇനി ഈ പറയുന്ന മറ്റെല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, അതായത് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് എന്താണ് പറയുക സ്റ്റേറ്റുകളും അതുപോലെ കുറച്ച് പ്രദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്ക് കുറച്ചും പാടെ റിലാക്സേഷൻ ഉണ്ട്, അത് നമ്മളതിൽ എലിജിബിൾ അല്ല. ഓക്കെ, അതുകൊണ്ട് അതിൽ പെടാത്ത ബാക്കിയുള്ള നമ്മുടെ കേരളത്തിലുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ തന്നെ ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ റിലാക്സേഷൻ ഉണ്ടാകും, ഈ രീതിയിലുള്ള ഹൈറ്റും ചെസ്റ്റും മതി. ഇനി നമുക്ക് കേരളത്തിലുള്ള മറ്റു ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ നോക്കേണ്ടത് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ SI പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നോർമൽ കണ്ടീഷനിൽ 80 സെൻറ്റിമീറ്ററിലും എക്സ്പാൻഡഡ് കണ്ടീഷനിൽ 85 സെൻറ്റിമീറ്ററിലേക്കും വരണം. ഇനി ഹെഡ് കോൺസ്റ്റബിൾ അതുപോലെ കോൺസ്റ്റബിൾ ആണെങ്കിലും സെയിം എന്താണ് നമ്പർ എന്നാണ് കൂടെ കാണാം, 80 to 85 ആണ്. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ചെസ്റ്റ് ബാധകമല്ല, അതുകൊണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം നോക്കിയാൽ മതി. ഇനി മെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് 170 സെൻറ്റിമീറ്റർ വേണം, ഫീമെയിൽ ആണെങ്കിൽ 157 സെൻറ്റിമീറ്റർ വേണം. ഇത് കേരളത്തിലൊക്കെ ഉള്ളവർക്ക് ഉള്ളതാണ്. ഈ പറയുന്ന ഭാഗത്തുള്ളവർക്ക് കുറച്ച് റിലാക്സേഷൻ ഉണ്ടാവും, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ST കാൻഡിഡേറ്റ്സിനും ഈ പറയുന്ന റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ അവരുടെ ഇതുവരെ ഞാൻ ഇവിടെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡൗട്ട് ഉണ്ട് തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങൾക്ക് 6/6ഉം 6/9 ഒക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ലെവലിൽ നമുക്ക് ആ ഒരു വിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം, സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 200 രൂപയാണ് അപേക്ഷ ഫീസായിട്ട് കൊടുക്കേണ്ടത്. ഹെഡ് കോൺസ്റ്റബിളിലേക്ക് 100 രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത് കേട്ടോ. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സിനും അതുപോലെ എക്സ് സർവീസ്മെനും ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് നിങ്ങൾ ഏത് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ യാതൊരു അപേക്ഷാ ഫീസും വേണ്ട. ഇനി ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് എക്സാം ഒന്നുമില്ല, ആദ്യം തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. അതിൽ phase 1 നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് വലിയൊരു കാര്യമാണ്, കാരണം നല്ല പഠിക്കുന്നവർക്കൊക്കെ എന്താണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ തന്നെ അവർ ഔട്ട് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം ഒക്കെ കുറച്ചും പാടെ എന്തായിരിക്കും പെട്ടെന്ന് നല്ല രീതിയിൽ കട്ട് ഓഫ് ഒക്കെ മാറും എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 100 മീറ്റർ ഓട്ടം ഉണ്ടാവും, അത് നമ്മൾ 16 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തണം. ഫീമെയിൽ ആണെങ്കിൽ അവർക്ക് 100 മീറ്റർ ഓട്ടം 18 സെക്കൻഡ് ഓടിയെത്തിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് 1.6 കിലോമീറ്റർ ഓട്ടം ഉണ്ടാവും. രണ്ടാമത്തെ ഇവൻ്റാണ്, അത് നിങ്ങൾക്ക് 7 മിനിറ്റും 30 സെക്കൻഡും ടൈം ഉണ്ടാവും. ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് 800 മീറ്ററാണ് ഓട്ടം, അത് നിങ്ങൾക്ക് 4 മിനിറ്റും 45 സെക്കൻഡോട് ഓടിയെത്തിയാൽ മതി. ഇനി ഹെഡ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 1.6 കിലോമീറ്റർ 7 മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം. ഫീമെയിൽ ആണെങ്കിൽ 800 മീറ്റർ 4.45 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓട്ടം കഴിഞ്ഞിട്ട് 11 ഫീറ്റ് ലോങ് ജമ്പ് ഉണ്ടാവും, അത് 3 ചാൻസ് ഉണ്ടാവും കേട്ടോ. ഈ ഓട്ടത്തിന് മാത്രമേ നിങ്ങൾക്ക് ഒറ്റ ചാൻസ് ഉണ്ടാവുള്ളൂ, അതിൽ നിങ്ങൾ പോയാൽ ഔട്ടാണ്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ ലോങ് ജമ്പും ഹൈ ജമ്പും നിങ്ങൾക്ക് 3 ചാൻസ് ഉണ്ടാവും. ആ 3 ചാൻസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. അത് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 11 ഫീറ്റ് ലോങ് ജമ്പ് 3 ചാൻസ് നമുക്ക് കിട്ടും. ഇനി ഹൈ ജമ്പ് ആണെങ്കിൽ 3.5 ഫീറ്റാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഫീമെയിൽ ആണെങ്കിൽ 9 ഫീറ്റ് ലോങ് ജമ്പാണ് ഉണ്ടാകുക. ദെൻ ഹൈ ജമ്പ് ആണെങ്കിൽ 3 ഫീറ്റാണ് ഉണ്ടാകുക. അവർക്ക് 3 ചാൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ആദ്യം ഉണ്ടാകുക. അപ്പോൾ അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അതിൻ്റെ കൂടെ തന്നെ നോക്കും, നിങ്ങൾ ഹൈറ്റും ചെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കും. ഓക്കെ, അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് phase 2ലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാകുക. ഇതിൽ റിട്ടൺ എക്സാമിനേഷൻ ഓരോന്നിൻ്റെ സ്കീമോടെ കൊടുത്തിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജനറൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, റീസണിങ്, ഇവിടെ ബൈലിംഗിൾ എന്ന് പറയുന്നത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ക്വസ്റ്റ്യൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എത്ര അതിൻ്റെ വെയിറ്റേജ് കാര്യങ്ങൾ മാർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ പേപ്പർ 1ഉം വരുന്നുണ്ട്, പേപ്പർ 2ഉം വരുന്നുണ്ട് കേട്ടോ ഈ പറയുന്ന സബ് ഇൻസ്പെക്ടറിൽ. അപ്പോൾ ഇത് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ PYQs ഒക്കെ നമ്മുടെ ആപ്പിലിടാം.
നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ. കുറച്ച് ടൈം എടുക്കും, നമ്മളതിലിങ്ങനെ ഡാറ്റ എൻട്രി ചെയ്ത് നമ്മൾ റെഡിയാക്കി കൊണ്ടുവരണം. അതുകൊണ്ടാണ്. ദെൻ ഫിസിക്സിൽ 10 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രി അങ്ങനെ ഓരോന്ന് നിൽക്കണം, മാത്സ്, ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ, IT, ദെൻ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, ദെൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് ഏരിയാസ്. അപ്പോൾ ഇതിന് നമുക്ക് ക്വസ്റ്റ്യൻ വെയിറ്റേജും മാർക്ക് ഒക്കെ അവിടെ കാണാം. ഇതിനടുത്ത് ഹെഡ് കോൺസ്റ്റബിളിലേക്ക് നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻ അവിടെ കാണാം. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100 ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ജനറൽ ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, റീസണിങ് അബിലിറ്റി, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതൊക്കെയാണ് ഉണ്ടായിരിക്കുക. പിന്നെ കോൺസ്റ്റബിളിന് ഇതിനൊരു പേപ്പർ ഉണ്ടാവും കേട്ടോ. ഈ SI പോസ്റ്റിലേക്ക് മാത്രമാണ് നിങ്ങൾക്ക് 2 പേപ്പറായിട്ട് കൊടുത്തിരിക്കുന്നത്. കോൺസ്റ്റബിളും ഹെഡ് കോൺസ്റ്റബിളും ഒരൊറ്റ പേപ്പർ ഉണ്ടാവുള്ളൂ. 10th ലെവലാണ് ഈ പറയുന്ന ഹെഡ് കോൺസ്റ്റബിളിൻ്റെ ലെവൽ വരുന്നത്. സ്റ്റാൻഡേർഡ്, എക്സാം സ്റ്റാൻഡേർഡ് മറ്റേത് +2 ലെവലായിരിക്കും കേട്ടോ. അപ്പോൾ ആ ലെവലിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇനി ഇവിടെ കോൺസ്റ്റബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് ജനറൽ ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, റീസണിങ് അബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ് വരുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഫേസ് 3 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിട്ടേൺ എക്സാമിനേഷനിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് NCC സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും പാടെ നിങ്ങൾക്ക് എന്താ ഈ പറയുന്ന ബോണസ് മാർക്ക് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഈ ഒരു നിങ്ങൾക്കിവിടെ കാണാം. NCC C സർട്ടിഫിക്കറ്റ് 5% കിട്ടും. NCC B സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ, അതായത് മാക്സിമം മാർക്കിൻ്റെ ആണ് കേട്ടോ അവിടെ പറയുന്നത്. അപ്പോൾ 100 മാർക്കിൻ്റെ ആണെങ്കിൽ 100 മാർക്കിൻ്റെ 5% എന്നുള്ള ലെവലാണ് ഉണ്ടായിരിക്കുക. ദെൻ NCC B ആണെങ്കിൽ 3% കിട്ടും. NCC A ആണെങ്കിൽ 2% കേട്ടോ. സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതുപാട് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യുക. പിന്നെ ഫേസ് 4 എന്ന് പറയുന്നത് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി അതിലേക്ക് ഈ പറയുന്ന മെഡിക്കൽ എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. ഇത്രയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ. ഓക്കെ, ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യും, അപ്ലൈ ആവുന്നതുകൊണ്ട് ലിങ്ക് തരും. നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതുകൊണ്ട് ലിങ്ക് തരുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റിലേക്കായിരിക്കും വരിക. നിങ്ങൾ GeoCL എജുലാൻഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാം ലേറ്റസ്റ്റ് ജോബ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. മൊബൈൽ വ്യൂവിൽ വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾക്ക് ഓരോ കോളം വൈസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ജോബ്സ് എന്നുള്ളതിൻ്റെ അടിയിലുണ്ടാവും ഇവിടെ. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ട് കിടക്കുന്നുണ്ടാവും, അതിലും കാണും. അതിൽ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കുറേ കഴിഞ്ഞു, നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ഒരു കോളത്തിൽ അത് ഉണ്ടായിക്കോളുന്നില്ല. ഇതിൽ 9 എണ്ണേ ഇവിടെ ലിസ്റ്റ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഫോൾഡറിലാണ് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾക്ക് വ്യൂ മോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് വ്യൂ മോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതാ നിങ്ങൾക്ക് പേജസ് ഓപ്പൺ ആയി വരും. കണ്ടോ, ഇങ്ങനെ പേജസ് ഓപ്പൺ ആയി വരും. എന്നിട്ട് നിങ്ങളിവിടെ നെക്സ്റ്റ് അടിച്ചിങ്ങനെ നോക്കിയാൽ മതി. 2ാമത്തെ പേജ് അടിച്ച് നോക്കാം, അതിലുണ്ടോ നോക്കാം. 3ാമത്തെ പേജ് അടിച്ച് നോക്കാം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പം ഞാനിവിടെ ITBP ടെലികോം എന്നുള്ളത് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഉണ്ട്. നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ITBPയിൽ വരുന്നെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നേരെ രജിസ്ട്രേഷൻ ഫോമിലേക്കാണ് പോരുക. നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് വെക്കാം. എന്നാൽ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 15ാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ലോഗിൻ എന്നുള്ള ബട്ടൺ അത് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോ ഇവിടെ ആഡ് ചെയ്യാം. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി. നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ടെസ്റ്റും നമ്മളിതിൽ ആഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ടൈം എടുക്കും. എന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ മാക്സിമം പലതും ഇടും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ആപ്പിൻ്റെ വെബ്സൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇവിടെ കൊടുത്താൽ മതി. ഇനി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തെന്ന് കൊടുത്താൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക് യു.